ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ കൊച്ചിയിലാണ് ഷൂട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. കൊച്ചി കാക്കനാട്. ഇത് അബി അല്ലേ? അതെ, അബി നമ്മുടെ കൂടെ ഓമേഗോളിൽ ഉണ്ടായിരുന്നു, എല്ലാവർക്കും അറിയാം. ഇപ്പൊ 2 വർഷത്തിന് ശേഷം അബി ബിഗ് പ്രാങ്ക്സിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ്. അപ്പൊ അബി, എന്താണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വിഷയം? ഇന്ന് ഇവിടെ നമ്മളെ കാക്കനാട് ഒരുക്കുണ്ട്. എനിക്കൊരു ബിഗ് ബ്രദറിനെ പോലെ വർഷങ്ങളായിട്ടുള്ള പരിചയം. അപ്പൊ പണ്ട് നമ്മൾ ഓമേഗോഡ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇതുപോലെ സ്ഥിരം പ്രേക്ഷകനാണ്. അപ്പൊ എന്നും കാണും, കണ്ടിട്ട് എന്നോട് ഇങ്ങനെ ചോദിക്കും, ഇത് എല്ലായിടത്തൊന്നും പറ്റും, എന്റെ അടുത്ത് പറ്റൂല, അടുത്ത് വന്നാൽ നമ്മള് തൂക്കും, ഉറപ്പാ സംശയം ഞാൻ ഒന്ന് പറ്റിച്ചു നോക്കാന്ന് പറയാം. അപ്പൊ ഞാൻ പറഞ്ഞാൽ എന്താ പറ്റിക്കാൻ കുഴപ്പമൊന്നുമില്ല ഞാൻ പറഞ്ഞു. അപ്പൊ ഒരു അവസരം കിട്ടിയില്ല, ഇപ്പോഴാണ് എനിക്ക് ഒരു കറക്റ്റ് അവസരം കിട്ടിയിട്ട് ഒരു പണി കൊടുക്കാന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഇന്ന് നമ്മള് പുള്ളിനെ പറ്റിക്കാൻ പോവാ. അതെ, അപ്പോ ഇക്കയെ കാണാൻ ഞങ്ങൾ പോവുകയാണ്. ബാക്കി ഭാഗങ്ങൾ എന്താണെന്ന് കാണാം. എന്താണ് കട അടച്ചിട്ടേക്കല്ലായിരുന്നോ? ഞാൻ എടുത്ത് കഴിക്കുന്നു. ഒരാള് തേങ്ങ കോലെടുത്താണ് പുറത്തു പോകുന്നത്. പറ്റി ചന്തുവിന്റെ പോലെ കടയത്ത് ഏത്തക്കൊലെടുത്ത് ഈ സൈഡിൽ നിന്ന് തിന്നോണ്ടിരിക്കേ ചോദിക്കാൻ പോണോടിക്ക് അടിക്കുന്നവിടെ പിന്നെ ഓർഡർ പോണ വിട്ടോണ്ടിരിക്കേ പഴം വേണം 1-2 എടുത്ത് കഴിച്ചോ, കുഴപ്പമില്ല. പഴക്കൊലൊന്നും എടുത്തുണ്ടേ. അത് ശരിയല്ലേ, ന്യായമല്ലേ പറഞ്ഞത്? നിങ്ങൾക്ക് പഴം വേണമെങ്കിൽ എണ്ണ ഇരിഞ്ഞെടുത്ത് കഴിച്ചു, ഈ കൊല എടുത്തോണ്ട് പറഞ്ഞ കാര്യം അവർക്ക് കച്ചവടം നടത്തേണ്ടതല്ലേ? റോഡിൽ കിടന്ന പഴം, റോഡിലാ റോഡിൽ കിടന്ന കൊല, റോഡിൽ കിടന്ന കൊല. ഏത് റോട്ടേ കിടന്നേ? CCTV വെച്ചിട്ടുണ്ട്. റോട്ടേ കിടന്ന പോലെ പോലീസിനെ ഏൽപ്പിക്കണേ കാണേ. റോഡിൽ കിടന്നല്ലേ? ഏത് റോട്ടിൽ കിടന്നേ? റോഡിന്റെ കിടന്ന കൊല. ഏത് റോട്ടിൽ കിടന്നേ? ആ മരത്തിന്റെ അവള. ഏത് മരത്തിന്റെ അവിടെ? ഇവിടെ കളഞ്ഞ കൊല. പിടിച്ച പൊട്ടിക്കൽ കൊടുക്കണടാ. കളഞ്ഞ കൊല അല്ലേ? കളഞ്ഞ കൊല അല്ലേ? അവിടെ കളഞ്ഞാണോ അത്? അതെയുടെ ഫ്രണ്ട് തൂക്കിട്ട കൊലയാണ്. എന്തോരു വേണ്ട. CCTV ഉണ്ടായാണോ? ഇയാൾ എവിടെ പോയിരുന്നു? 2-4 കട അടക്കും, 4 കടക്കും. ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നാ. 1-2 എടുത്ത കുഴപ്പമില്ല, മൊത്തം എടുത്തോണ്ട് വന്നിരിക്കേണ്ട കാര്യം എന്ത്? വിശക്കണ്ട 1-2 പഴം എടുത്ത് കഴിക്കാം. ഒരു കടയുടെ മുന്നിൽ തൂക്കി കൊലത്തോട് പോയാ കൊല ആരാ? നിന്റെ? പിന്നെ എന്റെ അല്ല. പിന്നെ നീ എന്തിനു റോട്ടിൽ കൊണ്ട് കൊലയിട്ടത്? ഏത് റോട്ടിലായിരുന്നു? പഴയ സാധനങ്ങളൊക്കെ കിടക്കണതിന്റെ ഇടയിൽ കിടന്ന കൊല. ഞാനവിടെ കടയുടെ ഫ്രണ്ട് തൂക്കിട്ട് കൊല. പിന്നെ കടയുടെ നീ കടയുടെ വെള്ളില് തൂക്കിയാണ് തറയില് അവിടെ ചവറില് കൊണ്ടിട്ടിരുന്ന കൊല അല്ലേ? നീ കളഞ്ഞ കൊല അല്ലേ? ആരെങ്കിലും കൊല കണ്ട കൊല പിടിച്ച് 2 പൊട്ടിക്കൽ കൊടുക്കണോ? അല്ല ഇനി ഇതുപോലെ ചെയ്യും. അന്ന് മറ്റേ വെള്ളം ഒഴിച്ച് മുകളിൽ കയറിപ്പാണെന്ന് പറഞ്ഞ ഇങ്ങനെയല്ലോ ഇതുപോലെ ആളുമല്ലോ. അന്ന് രാത്രിയില് എടാ റൂമിൽ കയറി പോയി രാത്രി സ്വന്തം വിടാന്ന് പറഞ്ഞു ഞാനെ പിടിച്ച് ഇറങ്ങി വിട്ടത്. അതാണ് ഇത് ഇവിടെ നിത്യേന ഉണ്ട് ഈ സാധനം. ഇവിടെ 2 പൊട്ടിക്കൽ കൊടുത്താൽ മതി, പിന്നെ വരുന്നില്ല. ഞാൻ അങ്ങോട്ട് ഓടിപ്പോവാ, നീ പോടാ. വിടരുത് കേട്ടാ. ഇനി വല്ല കാര്യമുണ്ടോ കൊച്ചു പിള്ളേരെ ഇതൊക്കെ അടി മേടിക്കട്ടെ? വിളിക്കണം വിളിക്കണം. വന്നിട്ട് വിടാവുള്ളൂ. നമ്മുടെ അടുത്ത് വന്നിട്ട് നമ്മള് അങ്ങനെ വിടാൻ പാട്ടുപോ. വിടരുത്.
അല്ലെ എനിക്ക് വിശക്കുന്നു, ഞാൻ 2 പഴം എടുത്തോട്ടെ എന്ന് ചോദിക്കാം. അത് ചോദിക്കുന്നില്ല. നിങ്ങളുടെ ഈ സാമർത്ഥ്യം പറയുന്നത് നാക്കുണ്ടോ? ഉണ്ടാ? അതുപോലെ പഴം എടുത്തോണ്ട് വെച്ച് ഇവിടെ വന്നിരുന്ന് തിന്നുന്നു. കൊല തറയെ കിടന്ന കൊല ഞാൻ എടുത്ത് തിന്നേന്. അവിടെ ഒന്നും കഴിയൊന്നുമല്ല, അവിടെ തൂക്കിയിട്ടിരിക്കുന്നത് ഞാൻ കാണുന്നതല്ലേ. അഴുക്ക കൊല. അഴുക്കക്കൊല അത് അഴുക്കക്കൊലയാണോ? വെളിവുള്ളവർക്ക് മനസ്സിലാവില്ല. ബോധല്ലേ ആർക്ക്? യാക്ക് നിനക്ക് പോകുന്ന എല്ലാത്തിനും ഞാൻ എന്തിനാണോ? കിട്ടുന്നത് അവിടെ എണ്ണീറ്റ് നിന്ന് കിട്ടുന്നത്. കോല എടുത്ത് വന്നൊരു കോല അപ്പുറത്ത് കൊണ്ട് പറമ്പിൽ ഇട്ടാണെന്നൊക്കെ പറഞ്ഞ ഒച്ചപ്പാടാണ്. കൊല ആ കൊല കടയിൽ നോക്കിട്ട കൊലയാണത്. എവിടെ കൊണ്ടുപോയേക്കുന്നു? ഇവിടെ അടുത്ത് ഒന്ന് കഴിച്ചോണ്ടിരിക്കണേ. എവിടെ ഉള്ളതാ? ഞാൻ ആഴവെള്ളം ആഴവെള്ളം കൊല ഇവിടുന്ന് കടയിൽ നിർത്തല്ലേ? അല്ല അവിടെ തറയിൽ കിടന്നു വന്നു. തറയിൽ എങ്ങനെ കൊല എടുക്കണം? ആ ഇതിന്റെ ചവറിൽ കിടന്നത് കൊല. ചവറ ഈ വിഷമത്താണ് എടുത്തേ? പെട്ടെന്നില്ലല്ല ഈ കൊല എനിക്ക് വേണം. അപ്പൊ തിരിച്ചിട്ടുണ്ടോ? ഇല്ല ചുമ്മാ നിന്നോ? വെള്ളം അടിച്ചിട്ടുണ്ടോ കേട്ടാ? എനിക്ക് ഇപ്പൊ കഴിക്കാൻ പോയി 2 ദിവസം കഴിഞ്ഞു. 2 ദിവസം കഴിഞ്ഞ് കഴിച്ചില്ല. 2 ദിവസം ഇവിടെ ഇരുന്ന് കഴിച്ചിട്ട് പോയത്. ഞാൻ മറ്റന്നാളെ കഴിക്കും. മറ്റന്നാൾ കഴിച്ചിട്ട് പോയത്. അല്ലെങ്കിൽ കൊല കൊണ്ട് അവിടെ കിടന്നോടത്ത് പോകും. ഞാൻ ഇപ്പൊ കഴിച്ചില്ലെങ്കിലോ? കഴിച്ചില്ലെങ്കിലോ? അപ്പൊ ഇത് അഹങ്കാരമല്ലേ? ഇത് അഹങ്കാരം. അയാൾ വിശപ്പിനൊന്നും എടുത്തിട്ടൊന്നുമല്ല അതില്. ഇയാളിനും ഇവിടെ കയറിയിട്ടുണ്ടെന്ന് വെള്ളം അടിച്ച് പോകുന്നില്ല. അതിന്റെ മോളിൽ റൂമിൽ കയറിയിരുന്നുണ്ട്. ഞാനാന്ന് ഇറക്കി വിട്ടത്. അതല്ലേ എനിക്ക് അറിയാൻ ഏറ്റവും പരിപാടി ചവറി കിടക്കണൊക്കെ എടുത്ത് കഴിക്കാനാണ്. അല്ലാതെ ആര് തരും? ജോലി എടുക്കണം. ജോലി ആരോഗ്യം ഉണ്ടല്ലോ. അതിനുള്ള ആരോഗ്യം വേണ്ടേ? ആരോഗ്യം മദ്യപിച്ചതിന് ആരോഗ്യം ഉണ്ടാവും. അതാ മദ്യപിച്ചിട്ടില്ലേ? ഇല്ല ഇല്ലേ? കള്ളാ പറയണേട്ടാ. മദ്യപിച്ചിട്ടൊക്കെ ആയിരിക്കും. ഊതിക്കേ. വാനായിട്ടാ നീ കറങ്ങിപ്പോ. ഞാൻ എവിടെ ഉള്ളതാ? ഞാൻ കോഴിക്കോടോ. ഇവിടെ എന്തിനാ? കോഴിക്കോടുള്ള ആൾ ഇവിടെ അതിന് നടന്ന് ഇവിടെയൊക്കെ വന്നു. ഈ കൊലപ്പാടി തനിക്ക് വേണമെങ്കിൽ 1-2 പഴം എടുത്ത് കഴിച്ചപ്പോ താൻ ഈ കൊലപ്പാടി എടുത്തൊന്നും ഓടിട്ടേക്കണം. നീ എങ്ങനെ കണ്ടോ? എപ്പോഴാ കണ്ടത്? എന്റെ ചന്ത വിളിച്ചു പറഞ്ഞതാ. അവള് കടയിൽ ഒരാൾ കോലെടുത്താണ് പോണെന്ന് പറഞ്ഞിട്ട്. പിന്നെ 2ാമത്തെ ദിവസം വിളിച്ചപ്പോ ഡ്രസ് മാറ്റിയാണ്. പെട്ടെന്ന് ഇറങ്ങി നോക്കിയപ്പോ അവൾ ഇങ്ങോട്ടാണ് ഇറങ്ങി വന്നത്. ഇവിടെ നിന്ന് ഇയാൾ ഇരിക്കണ്ടേ. ചന്ദ്രനൊക്കെ കാണാനില്ല. ചന്ദ്രൻ അപ്പുറത്ത് ഇരിപ്പുണ്ടായി. കൊല കൊണ്ടേ വിൽക്കാനാണത്. ഇത് വിൽക്കാനാണത് എടുത്തത്. ഞാനൊരു കാര്യം പറയട്ടെ. ഇത് ഇങ്ങനെ 2 തിന്നിട്ട് ഇങ്ങനെ നല്ല വിലയ്ക്ക് കൊടുത്ത് കാശ് മേടിക്കും. അത് 100% ഉറപ്പാണ്. കഴിക്കും. താനൊരു ദിവസം എത്ര പഴം കഴിക്കും? എത്ര പഴം കഴിക്കും ഒരു ദിവസം? എത്ര കഴിക്കും ഒരു ദിവസം? കഴിക്കും. എനിക്ക് രാവിലെ ഒരു പഴം, ഒരു പാല്, ഒരു മുട്ട എത്രയും കഴിക്കണം. അപ്പൊ ഇരുന്ന കൊല തീർന്നേ. റൊട്ടി കണ്ണൊക്കെ എടുത്തുകൊണ്ട് വേണേണ കടകളിലൊക്കെ തൂക്കിട്ട് അങ്ങനെ എടുക്കണേണ. പാലുമുട്ടക്കിന്റെ കടയിൽ നിന്ന് കയറി എടുക്കലാണോ? അത് വേറെ കടയിൽ നിന്ന് കയറി എടുക്കും. ഇയാളെ സ്ഥിരം പരിപാടിയാ. പൈസ വേണ്ടേ? പൈസ ഇല്ലെങ്കിൽ അക്രമമാണ് കാണിക്കണത്. അക്രമമാണോ? ഒരാളോട് ചോദിച്ചാൽ തരില്ലേ? പഴവ പാലൊക്കെ ചോദിച്ചാൽ തരൂലേ? പിടിച്ച കൊലെടുത്ത അവിടുന്ന് കൊലെടുത്ത അവിടെ എനിക്ക് ഏത് ചവറിൽ നിന്ന് കിട്ടി അവിടെ കൊണ്ടുപോയിടാ. ചവറി കൊണ്ടുപോയിട്ടേ എന്റെ കടയിൽ മുമ്പിൽ കിടക്കുന്ന സാധനത്തിന് എനിക്ക് എന്താ അവകാശം? അല്ലല്ല പിന്നെ കണ്ട അഹങ്കാരമല്ലേ ഇപ്പൊ നിങ്ങൾക്ക്? എന്റെ കടയിൽ മുമ്പിൽ കിടക്കുന്ന സാധനത്തിന് എനിക്ക് എന്താ അവകാശം? റോഡിലല്ലേ കിടന്നത്? എന്റെ കട റോഡിലാണ് ഇരിക്കുന്നത്. റോഡിന്റെ സൈഡിലിരിക്കുന്നത്. നീ റോഡിൽ കിടക്കണൊക്കെ എടുക്കോ? റോഡിൽ കിടക്കണത് വഴി കിടക്കണ എടുക്കാതാ? ഞാൻ ചോദിക്കട്ടെ, ആ കടയുടെ ഫ്രണ്ട് തൂക്കിയിട്ട സാധനം നിങ്ങൾ എടുക്കാൻ ആര് പറഞ്ഞു? ആര് പറഞ്ഞു? തൂക്കിട്ടേക്കുമായിരുന്നു. ഞങ്ങൾ കാണുന്നില്ലയോ? സാധാരണ വിശക്കുന്നവർ 1 പഴം 2 പഴം ഇതിനോട് പറയുമ്പോ ഞാൻ പറയുന്നത് വിശന്നിട്ടല്ലേ എടുത്തോണ്ട് പോട്ടെ. അത് കഴിക്കാനല്ലേ കൊണ്ടുപോയി. അത് കൊണ്ടുപോയി സംഭവിക്കാൻ കൊലെടുത്ത് കൊണ്ടുവരാൻ മൊത്തം വീഡിയോ പയ്യനാന്ന് ആളാണ്. അവൻ ഇന്ന് വരെ ഒരാളോട് മോശമായിട്ട് സംസാരിച്ചിട്ടുള്ള എന്റെ അടുത്ത് ചൂടായി തന്നെ ഈ പോക്കത്തിനെ കാണിച്ച് ചൂടാവൂല. ഇടിക്കാണ് ചെയ്യേണ്ടത്. നിന്റെ ചൂടാവല്ലേ ചെയ്യേണ്ടത്? ഞാനെന്നെ ഇടിച്ചിട്ടാ സംസാരിക്കുള്ളായിരുന്നു. ഞാൻ ആ സമയത്ത് ഇല്ലായിരുന്നു. എന്റെ ഭാഗ്യോ. നല്ല സമയം. ആര് പോട്ടെന്ന് നീ കായെടുക്കണ കൊലെടുത്തോ? നീ കായെടുത്ത കായെടുക്ക് കൊലെടുക്ക്. അവിടെ കൊണ്ട് കിടന്നോടത്ത കുണ്ട ചവറി വെക്കടാ. നീ മര്യാദ കായെടുത്ത് കട്ടെടുക്കുന്നു. താൻ കൊല എടുക്കുന്നത് ഞാൻ കണ്ട്.
ഞാനാ വിളിച്ച് പറഞ്ഞു കണ്ടാ? നീ വേണ്ട എടുത്തിട്ട് ബാക്കി കൊടു അത് കൊണ്ടുപോട്ടെ. കൊലക്ക് എത്ര രൂപ? 1000 രൂപ. 1000 രൂപ. ഉണ്ടോ 1000 രൂപ കൊടുക്കാൻ? നിങ്ങളുടെ കയ്യിൽ 1000 രൂപ കൊടുക്കാനുണ്ടോ? 50 രൂപ മതിയാ? അയ്യോ 50 രൂപ. 50 രൂപ. എനിക്ക് 50 രൂപ എടുക്കും. നാളെ തന്നാ മതിയാ? നാളെ തന്നാ മതിയാ? നീ ഇവനെ ആള് ചൊറയുള്ളവനെ ഉറക്കുണ്ടാക്കാൻ തന്നെ. സ്ഥിരം പരിപാടി ആയിരിക്കും. നിനക്ക് വേണം 1-2 പഴം എടുത്ത് നീ കഴിക്ക്. അത് ബാക്കി പഴം കൊണ്ട് അവിടെ തൂക്ക്. എടാ തറയിൽ കിടന്ന പഴമല്ലേ? തറയിൽ ഞാൻ അപ്പിയിട്ട് നീ അത് എടുക്കൂ. ഞാൻ കൊള്ളാം. തറയിൽ കിടക്കണൊക്കെ നീ എടുക്കോ. ഞാൻ അപ്പിയിട്ട് അവിടെ വെച്ച് നീ എടുക്കുമായിരുന്നാ? നീ പഴം എടുത്ത കൊല എടുത്തടാ. ഇവിടെ ഏതാണ് കോഴിക്കോടുള്ളതെന്ന് എവിടെ എടുത്ത് അവിടെ കൊണ്ടുവച്ചോ? എടുത്തത് അതല്ലേ ഏട്ടന്മാരെ എടുത്തത്. ഞാൻ ചോദിച്ചു പഴണ്ടടാ കഴിച്ചു തന്നെ അടിച്ചത് വെച്ച് ഇങ്ങനെ എന്നെ അടിച്ച്. ആ പുള്ളിയുടെ മര്യാദക്ക് ഇത്ര നേരം സ്ഥലത്ത് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക. വേറെ പിന്നെ ഇരിച്ച് നശിപ്പിച്ചാൽ മര്യാദ എടുത്തോണ്ടു അത് തന്നെ എടുത്ത് മര്യാദക്ക് എടുത്ത സ്ഥലത്തോട്ടേക്ക് മേലെ ആവർത്തിക്കും ചെയ്തു എടുത്തോണ്ടു ഞാൻ കൊണ്ടുപോട്ടെ. അങ്ങോട്ട് അത് എവിടുന്ന് എടുത്ത് അവിടെ കൊണ്ടുവെക്കാനാണ്? കൊണ്ട് സ്ഥലത്ത് ഇവിടെ വെച്ചില്ലെങ്കിൽ ഇപ്പൊ തന്റെ ഒന്നും പറയാൻ കൊല എടുത്ത കായെടുത്ത് എവിടെ എടുത്തോണ്ടെന്നു ഞാൻ അങ്ങോട്ട് നടന്നു പോയപ്പോ ആ മറ്റേ മരത്തിന്റെ കൂട്ടി തറയിൽ കിടക്കണം. ഞാൻ എടുത്തു. ഈ ഒരു കൊലയിൽ 5-8 കൊലയോടെ കൊണ്ടല്ലോ എല്ലാം കൂടി എടുക്കാൻ പാടില്ലായിരുന്നു. ഇയാളുടെ കടയിൽ മൊത്തം ക്യാമറ ഉണ്ട്. ഇപ്പൊ പോലീസ് താൻ അകത്തു ഇയാള് വേറെ പോയിന്ന് പറയും. അത് വേണ 5-8 കൊലയോടെ കൊണ്ടല്ലോ എല്ലാം എടുക്കാൻ പാടില്ലായിരുന്നു. ഇത് പറഞ്ഞല്ലോ അവിടെ കിടക്കുന്നത്. അത് തന്നെ ഞാൻ അത്രയ്ക്ക് അങ്ങ് സഹിക്കാൻ വരുന്നത് മൊത്തം എടുക്കാൻ വയ്യായിരുന്നോ? അത്ര വിശന്ന് കൂത്തങ്ങോട്ട് കൊല എടുത്തോണ്ടെന്ന് ഇത് ഇവരെ താമസിക്കുന്നത് നമ്മളിവിടെ നിൽക്കുമ്പോഴാ പുള്ളി എടുത്തോണ്ട് ഇവിടെ കൊണ്ടുവന്നു. അറിയാന്നില്ല. ഇവര് കണ്ടപ്പോ ഞങ്ങള് കണ്ടിട്ട് ഇവിടെ നിന്നത് ചേച്ചിയുടെ മകനാണത്. പുള്ളി കണ്ടു കഴിഞ്ഞപ്പോ ഇത് പുള്ളി കഴിക്കാനായിട്ട് കൊണ്ടുവന്നായിട്ട് ഒരു പഴം ഇവിടെ ഇരുന്നിട്ട് കഴിച്ചു. പിന്നെ ഇതിനെ അടച്ചിട്ടങ്ങനെ കടകളിൽ നിന്ന് സാധനം എടുത്തോണ്ട് വിൽക്കല പരിപാടി. ഇവനെന്താ ചെയ്യുക? എടുത്തോണ്ട് എടുത്ത് നോക്ക്. എടുക്ക് എവിടെ നടത്തുന്ന എടുക്ക് ഞാൻ ഈ കൊല എടുത്തോട്ടെ. മനുഷ്യ നിങ്ങൾക്ക് വിശക്കുന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം എടുത്ത് കഴിക്കേ. പൈസ ഇല്ലാന്നോ 50 രൂപ തന്നത്. കഴിച്ചിട്ട് ബാക്കി കൊണ്ടുപോയി. നാളെ കട്ടിച്ചാൽ മറ്റന്നാൾ കഴിക്കാനാണെന്ന് അവന് അഭ്യാസം നമുക്ക് കിട്ടുമോ? 50 രൂപ കിട്ടും. 50 രൂപ എന്റെ കയ്യിൽ ഉള്ളണ്ണ. അതിന് 50 രൂപ സാരം കിട്ടും. കാശ് കണ്ടില്ലല്ലേ കഞ്ചാവ് വെള്ളമൊക്കെ അത് നന്നായിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. മദ്യമല്ല പണമില്ല വേറെ എന്തോ സാധനം അടിച്ചേക്കണത്. ഈ സാധനം എവിടെ നിന്ന് എടുത്തോണ്ടിരിക്കാനുള്ളത്? ഇതിപ്പോ എടുത്തോണ്ടിരിക്കാനുള്ളത് ഇതിനി എവിടെ അടിച്ചു മാറ്റിയതാണോ? അടിച്ചു മാറ്റിയത് എനിക്ക് മുമ്പ് പറഞ്ഞോളൂ മുട്ടയും പാലക്ക് വേറെ കട മൊത്തം പാലൊക്കെ വേറെ കടയിൽ നിന്ന് കട്ട കുടിക്കുന്നത് പറഞ്ഞോളൂ. അപ്പൊ ഇങ്ങനെ ഫുള്ള് ഉടായിപ്പാ ഫുള്ള് ഉടായിപ്പ് വിളിച്ചിട്ടുണ്ട് ഉണ്ടാ. വിളിക്കും. പോലീസിന് മുമ്പ് പോവാ. തനിക്ക് വേണമെങ്കിൽ ഒരു വഴി എടുത്തിട്ട് ബാക്കി അല്ല ഇങ്ങനെ കണ്ട് വല്ല കുഴപ്പമുണ്ട് ഇവർക്ക് ജോലി എടുത്ത് ജീവിച്ചുകൂടായോ? ഇങ്ങനെ മോട്ടിക്കേണ്ട ആവശ്യമുണ്ടോ? എടുത്തോണ്ട് പോ. എടുത്തോണ്ട് പോവാനാ. നീ എടുത്തോണ്ട് നോക്കണോടെ എടുത്തോണ്ട് പോവാനാ. നീ ഇവിടം വരെ എങ്ങനെ എടുത്തോണ്ട് അത് കയ്യിലെടുത്ത് അങ്ങോട്ട് ചെല്ലി അത് എടുത്ത് അത് എവിടെ നിന്ന് എടുത്തോണ്ട് ചടന്നു പോയി എടുത്തേ എടുക്കാണ്ട് എടുത്തിട്ട് പോ. അത് എടുക്കേ ഇങ്ങനെ ആൾക്കാർ കൂടിക്കൊണ്ടിരിക്കട്ടെ. നല്ല ഫോട്ടോ എടുത്ത് വെക്കും ഇവിടെ. എടുക്ക് മണ്ണില് അത് പോകണേ. ഞാൻ പോകണമെന്നില്ല അതെടുക്ക്. ഞാൻ ഇങ്ങോട്ട് ഞാൻ എടുത്തോന്നല്ല ഞാൻ എടുത്തോളാം. ആ ഓട്ടോ എടുക്ക്. ആ ഓട്ടോ കൊണ്ടേക്കാം എടുക്ക്. കൊല അപ്പുറത്തേക്ക് എങ്ങോട്ട് എപ്പോഴും ഈ കൊല എവിടത്തെ ഈ കൊലയെ കൊണ്ട് അപ്പുറത്തെ ജംഗ്ഷൻ വരെ ചെല്ലാം. പൈസ തരാണ് ഓട്ടോ. 5 രൂപ ഉണ്ടോ അപ്പുറത്തെ ജംഗ്ഷൻ വരെ ഇല്ല 50 രൂപ ആണെങ്കിൽ തരാം. 50 രൂപയ്ക്ക് കൊടുക്കാവെന്ന് ചോദിക്കുന്നത്. അഭ്യാസം മനസ്സിലായി. അങ്ങനെ ഒരു 500 രൂപ തരാൻ കൊണ്ടുപോകാൻ കഞ്ഞിമുടി കേസിൽ പ്രതിയാവൂട്ടാ. ഒത്തിച്ച മുതൽ കൊണ്ടുപോയ വാഹനത്തിന്. ആ 50 രൂപ രണ്ട് പഴം കൊടുക്കേ. വേണ്ട പൈസ ഒന്നും വേണ്ട. അവന് കഴിക്കാനുള്ള പഴം എടുത്തോട്ടോ. ബാക്കി കഴിക്കാൻ പറ്റുമോ? പുള്ളേ കഴിക്കാൻ പറ്റുമോ? പുള്ളേ കഴിച്ചോ? ഒരു മാസം കൊണ്ട് കഴിക്കുന്നത്. ഒരു മാസം കൊണ്ട് അങ്ങനെ ഇരിക്കുന്നത്. 2 ദിവസം കൊണ്ട് കഴിക്കാൻ പറ്റുമോ? മര്യാദക്ക് എടുത്തത് എടുക്ക് അടിയിട്ടില്ല അവിടെ കൊണ്ട് നോക്കിക്കോ. എടുത്ത് മര്യാദക്ക് എടുക്കും. അടിയോ അവിടെ പിള്ളേര് കൂടി കഴിഞ്ഞ് ഇടിയുള്ളൂ. അതാണ് വെറുതെ ഞാനെടുത്തേ. പൊരിച്ചനെന്നും പഠിച്ച് എന്നെ മനുഷ്യ നിങ്ങൾ വന്ന് ഒരുപാട് കടന്നിട്ടുള്ളത് ഞാൻ. എവിടെ ആ അത് ശരി. ഒരുപാട് കേസില്ല. ഏത് കേസാ? നീ അതൊന്നും പറഞ്ഞ് എന്നെ പേടിപ്പിക്കരുത്. നീ ഏത് പറഞ്ഞ പേടിക്കുന്നീ? പിന്നെ പേടിക്കുന്നീ? നീ ഏത് പറഞ്ഞ പേടിക്കും? നീ എന്തോർന്ന് പേടിക്കും? ഇടി അടിയൊന്നും എനിക്ക് പുത്തരിയുമല്ല. ആ പിന്നെ നീ എന്തോർന്ന് പേടിക്കുന്നേ? പേടിക്കുന്നേ? അത് കൊള്ളാലോ. എന്തോർന്ന് പേടിക്കും? അത് പറഞ്ഞിട്ടുണ്ട് അവനെ പറയുന്ന ഒന്ന് പറ ഇങ്ങനെ കേൾക്കുന്നില്ല. ഒന്ന് ഇടപെട്. കൊലെടുക്ക്.
നീ ആരെ പേടിപ്പിക്കാൻ ആണെന്നേ നടക്ക് ആരെ പേടിപ്പിക്കണം അങ്ങോട്ട് പോണ് പറഞ്ഞു മനസ്സിലാക്കി കുറെ നേരം ഇവിടെ നീക്കി നാല് നേരത്തെ തുണിയൊക്കെ കുരിയുന്നു. ഞാൻ ഇതിനെ അവിടെ ഇവിടെ വലിയ പുണ്യയിലാണ് ഞങ്ങളെ നിന്റെ മുണ്ട് എല്ലാം ഉടുത്തിപ്പിക്കാം സമ്മതിക്കില്ലേ അപ്പൊ കൊല്ലാതെ തോന്നുന്നു അങ്ങോട്ട് പോകണം കോണത്തിലേക്ക് എടുക്കണത് വീടാണ് അങ്ങോട്ടേ നിങ്ങളല്ലേ എന്റെ അടുത്ത് കൊല എടുത്തോളാം പറഞ്ഞത് എടുത്ത് വീട്ടിലേക്ക് കൊണ്ടാവാനല്ല. അയ്യോ ഇപ്പൊ തിരിഞ്ഞ് ഇപ്പൊ ആ ചേട്ടൻ അങ്ങനത്തെ ചേട്ടല്ല ഇവിടെ ഉള്ള പിന്നെ നീ എന്റെ അടുത്ത് കൊല എടുത്തോളാം പറഞ്ഞു. അല്ല അപ്പൊ നിങ്ങൾ എന്നുള്ള ഒത്തലാണ് ഇടിക്കല്ലേ ഇടിക്കല്ലേ പോട്ടെ അയ്യോ ഇതാരെയൊക്കെ അറിയാവോ ഇയാളെ അറിയാവോ ഇയാളെ അറിയാവോ അറിയാവോ ആ പുള്ളി താഴ്ത്ത വീട്ടിലാണ്. അല്ല ഞാൻ ചോദിക്കട്ടെ അറിയാം നിങ്ങൾ എന്റെ അടുത്ത് പറഞ്ഞോ കൊല എടുത്തോണ്ട് പോയി പറഞ്ഞില്ലേ നീ ഇത്ര നേരം വരെ തറയിൽ കിടന്നാന്ന് പറഞ്ഞു ഇപ്പൊ ആ പുള്ളി പറഞ്ഞതാ. ഒരു പ്രാങ്ക് ഷോ ആണ് പ്രാങ്ക് ഷോ ആണ് കൊണ്ടുവരുത്തോടാ ഇടി കിട്ടുന്ന കിടക്കുന്നോ അറിയാം അറിയാം ചന്തുവിടെ ചന്തു ചന്തില്ലോ അതെ 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 ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട് ഞങ്ങള് ഇതേപോലെ പ്രാങ്ക് ഷോയ്ക്ക് പലയിടത്തും പോയിട്ട് ചന്തുമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. നിനക്ക് പറ്റുമെങ്കിൽ എന്റെ കടയിൽ വന്ന് എന്തെങ്കിലും ഒരു പ്രാങ്ക് ചെയ്തിട്ട് ഇപ്പോഴൊന്നുമല്ല ഒരു ഏതാണ്ട് ഒരു വർഷം അടുപ്പിച്ചാൽ അതുകൊണ്ട് ചന്തു വിളിച്ച് ഞങ്ങൾ ട്രോളിനകത്തുനിന്ന് ഇതിന് വേണ്ടി ഇന്ന് ഇവിടെ വന്നതാണ്. നിങ്ങളെ തടി മേടിച്ചോളാം. ഈ പുള്ളി എന്ത് ചെയ്ത് വഴിയെ പോയ ആള് എന്തിനെന്തായിരുന്നു ചാടാൻ വന്നത് പുള്ളി നാട്ടിലെ പ്രശ്നം നാട്ടിലെ പ്രശ്നം ഇടപെടൂലേ കാര്യമുള്ള കടയിൽ നോക്കി അഞ്ചെട്ട് പോലെ ചന്തുവിന്റെ ബെറ്റ് ക്ലിയർ ആക്കി അതെ ഇവിടെ പറഞ്ഞാൽ മതി ബിഗ് പ്രാങ്ക്സ് എന്ന കൊച്ചിയിലാണ് നമ്മളിന്ന് എപ്പിസോഡുമായിട്ട് നിൽക്കുന്നത്. കാക്കനാട് അത്താണിയിലാണ് നമ്മുടെ പഴയ താരം നമ്മുടെ അബി ഇവിടെയാണ് സെറ്റിൽഡ്. കൂടെ നിൽക്കുന്നത് അബിയുടെ അമ്മയാണ്. പുള്ളിക്കാരനുമായിട്ട് നേരത്തെ ഒരു വർഷത്തിന് മുമ്പ് ഒരു ബെറ്റ് വെച്ചിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഞങ്ങളിന്ന് കൊച്ചിയിലോട്ട് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഒരു കക്ഷിയുണ്ട് നമുക്കൊന്ന് മുട്ടിയാലോ
എങ്കിൽ ഞാൻ പറഞ്ഞു ശരി നോക്കാം. പുള്ളിക്കാരൻ്റെ കടയിൽ കയറി ഒരു കൊല അഴിച്ചുകൊണ്ട് ഇങ്ങോട്ട് താഴോട്ട് വന്നു. അപ്പോഴാണ് പുള്ളിയുടെ സ്റ്റാഫാണല്ലേ, പുള്ളിയുടെ സ്റ്റാഫിനെ കണ്ടു, വന്നു, പുള്ളിക്കാരനെയൊക്കെ വിളിച്ചു. അപ്പോൾ ഇതേപോലെ ഇത്രയും കൊലകാലായി, നാട്ടുകാർ മൊത്തം കൈവച്ച് എന്നെ കൊളാക്കന. നീറ് പോലെ ഒരു സാധനം വഴിയെ പോയ ആളാണ് എന്ന് ചോദിക്കുമ്പോൾ ഇടിയാണ് തുടങ്ങിയത്. അപ്പോൾ എന്തായാലും ബിഗ് പ്രാങ്ക്സിൻ്റെ കുറച്ച് സമ്മാനങ്ങളുണ്ട്, കൊടുക്കാം. പിടിക്കണം. ബിഗ് പ്രാങ്ക്സിൻ്റെ ഒരു ക്യാഷ് പ്രൈസ് പറഞ്ഞു, പിടിച്ചോ. ഗ്രേസൺ ഇൻഫോ സിസ്റ്റം ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സെയിൽസ് ആൻഡ് സർവീസ് മണ്ണാർക്കാട് വട്ടിയൂർക്കാവ് നൽകുന്ന സമ്മാനം. പിടിച്ചോണ കൂമ്പിലിട്ടിരിക്കാന്. കോശി യൂറേഷ്യ ട്രാവൽ അയർലൻഡ് നൽകുന്ന സമ്മാനം. ബിഗ് പ്രാങ്ക്സ് നൽകുന്ന മറ്റൊരു സമ്മാനം. ഓക്കെ, ഇനി ബെറ്റ് വയ്ക്കരുത്. ബെറ്റ് വെച്ചാൽ ഞങ്ങൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും വന്ന് പണി തരും. മനസ്സിലായി. ഓക്കെ ഏട്ടാ, പേരെന്താ? ശശികുമാർ. ഓട്ടോ ആണല്ലേ? വന്നിട്ട് എനിക്ക് തന്നു.